ഹായ് ഹലോ ഗുഡ് ഈവനിങ്. എൻ്റെ കൂട്ടുകാരുടെയും കൂട്ടിക്കൊണ്ട് ഇന്ന് ഞാൻ എവിടെ പോകുന്നതെന്ന് അറിയാമോ? ഓറിയൻ മോളിലേക്ക് തന്നെ പോകുന്നത്. കാരണം വെച്ചാൽ ഇന്നലെ നമുക്ക് കാണാൻ പറ്റാത്ത കുറേ സംഭവങ്ങൾ ഇന്ന് ഞാൻ പോയി കണ്ടേ മതിയാവൂ എന്നുള്ള എൻ്റെ ഒരു വാശിയുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാർക്ക് ഇന്നലെ ഞാനാണെങ്കിൽ ആ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കാണിക്കാഞ്ഞിട്ട് എനിക്ക് സങ്കടമുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെയും കാണിക്കുക, അതിൻ്റെ കൂടെ എനിക്കും കാണാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും അപ്പൂസും കൂടെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇന്ന് സന്ധ്യ സമയമായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാം കേട്ടോ. ഞങ്ങൾ ടൂ വീലറിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഒരുങ്ങി കഥമൊക്കെ പൂട്ടി ചപ്പലൊക്കെ ഇട്ട് ഞാൻ വെളിയിൽ ഇറങ്ങി. എന്നാൽ ശരി വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ നേരത്തെ വണ്ടി എടുത്ത് വെളിയിൽ വെച്ചിരുന്നായിരുന്നു. അപ്പൂസിനെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വന്നിട്ട് വണ്ടി അകത്ത് വെച്ചില്ല. അപ്പോൾ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇന്ന് വൈകിട്ട് എന്തായാലും അപ്പൂസിനെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വന്നിട്ട് സന്ധ്യ ആകുമ്പോഴത്തേന് പോകണമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. ഇവിടെ ആരോടും പറഞ്ഞൊന്നുമില്ല കേട്ടോ. അച്ചിക്കും അറിയത്തില്ല, എൻ്റെ മൂത്ത മോനും ആർക്കും അറിയത്തില്ല. ഞാൻ ഈ വീഡിയോ അവർ കാണുന്ന സമയത്ത് അവർക്ക് സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാം കേട്ടോ. അപ്പൂസിന് ഇന്ന് നാളെ എന്തായാലും സ്കൂളില്ല, ഇനി 2 ദിവസം സ്കൂൾ അവധിയാണ്, ന്യൂ ഇയറിൻ്റെ അവധി 2 ദിവസമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ശരി, അപ്പോൾ നാളെ ലീവ് ആണല്ലോ അവന്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, എന്നാൽ ശരി പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇവിടുന്ന് തിരിച്ച് അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാർക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാട്ടിയിട്ട് കൊണ്ടുപോകാം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഈ റോഡിൻ്റെ ട്രാഫിക് എൻ്റെ കൂട്ടുകാർ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഞങ്ങൾ ബാംഗ്ലൂരിൽ ഇത്രയും ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും നേരം വന്നത് അകത്ത് റോഡിൽ കൂടെ വന്നത്. അകത്ത് റോഡിൽ കൂടെ വന്നിട്ട് ഞാൻ ഇനി മെയിൻ റോഡിലോട്ട് ഇറങ്ങിയിട്ടില്ല. മെയിൻ റോഡിൽ ഇറങ്ങി കഴിയുമ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ എൻ്റെ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ടൂ വീലറിൽ വന്നാൽ കൂടി നമുക്ക് മുന്നോട്ട് വണ്ടി മൂവ് കൂടി ആവൂല, അതേ രീതിയിലാട്ടോ. ഇപ്പോൾ മുന്നോട്ട് എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഇത്ര ദൂരത്തിൽ നിന്നേ കാണുന്നുണ്ട് എന്തോരം വണ്ടികൾ അവിടെ ഇങ്ങനെ ട്രാഫിക് ജാം ആവാനെ കൊണ്ടുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നതുകൊണ്ട് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൊണ്ട് റോഡ് ഫുള്ള് ബ്ലോക്ക് ആട്ടോ. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് മെയിൻ റോഡിൽ ഇറങ്ങിയേക്കുന്നത്. ഈ ഹൈവേയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് കുറച്ച് മുന്നോട്ട് മൂവ് ആവണമെങ്കിൽ എന്തോ ഒരു കഷ്ടമാണ് എൻ്റെ കൂട്ടുകാർക്ക് അറിയാമോ. കാരണം വൈകുന്നേരം എല്ലാവരും ഈ ജോലി വിട്ട് പോകുന്ന സമയമല്ലേ, ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഫുൾ എല്ലാവരും വൈകുന്നേരം ഈ ജോലി കഴിഞ്ഞൊക്കെ പോകുന്ന തിരക്കും അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ നാളെ ന്യൂ ഇയറിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് ഇന്നേ എല്ലാവരും ഫുള്ള് രക്ഷ. ഞാൻ ആക്ച്വലി ഇന്ന് പിന്നെ എല്ലാവരും ഓഫീസിലൊക്കെ പോയേക്കുന്നത് കൊണ്ട് ഇന്ന് ഓറിയൻ വലിയ തിരക്കുണ്ടാവത്തില്ലെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയത്. പക്ഷേങ്കിൽ ഈ റോഡിലെ തിരക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെയും ചെല്ലുമ്പോൾ ഇതിനപ്പുറത്തെ തിരക്കായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇനി ഈ റോഡിൽ നിന്ന് ഈ വണ്ടി വിട്ട് മുന്നോട്ട് എങ്ങനെ പോകുന്നുള്ളതാണ്. എന്തോരം ട്രാഫിക്കാണെന്ന് എൻ്റെ കൂട്ടുകാർ നോക്കി, എന്ത് ദൂരത്തിലെ സിഗ്നൽ. ഞങ്ങളിനി ബാക്കിലാണ് കിടക്കുന്നത് കേട്ടോ. എന്തോരം ബാക്കിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്നറിയാം. ഈ വണ്ടികളെല്ലാം മുന്നോട്ട് മൂവ് ആയെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ സിഗ്നൽ സ്റ്റോപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ട് ഒരു 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ വണ്ടികൾ ഇങ്ങനെ വൈകുന്നേരം സമയമാകുമ്പോൾ പിന്നെ പറയാൻ വേണ്ട എന്തോരം വണ്ടികൾ ഇങ്ങനെ നിൽക്കുന്നതെന്നറിയാം. ഇനി പതിയെ പതിയെ വേണം ഇവിടുന്ന് അനങ്ങി അങ്ങോട്ട് പോകാൻ. ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോസൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ആ ഓറിയമോളിൽ പോയ വീഡിയോ ഒക്കെ ഞാൻ ഇട്ട സമയത്ത് കുറേ പേർക്ക് ഒരുപാട് സന്തോഷമായി. ബീന ഞങ്ങൾ ബാംഗ്ലൂർ കണ്ടിട്ടില്ല, എന്നാൽ കൂടി ഇത് ഇത്രയും ബീന കാണിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാണാൻ നന്നായിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകളൊക്കെ ഷെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചു കേട്ടോ. എനിക്കതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മളിപ്പോൾ ബാംഗ്ലൂരിലായതുകൊണ്ട് നമുക്കിത് ബാംഗ്ലൂർ ഇത്രയേ ഉള്ളൂ എന്നുള്ള തോന്നൽ നമുക്കുണ്ടാകും. പക്ഷേങ്കിൽ വേറെ സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർ അല്ലെങ്കിൽ ബാംഗ്ലൂർ കാണാത്തവർക്കൊക്കെ ഇത് ഒന്ന് ഷെയർ ചെയ്യുന്ന സമയത്ത് ഓ ഇങ്ങനാണോ എന്നുള്ള ഒരു തോന്നലുണ്ടാകും. കാരണം വെച്ചാൽ ഞാൻ പണ്ടങ്ങനെ ഇപ്പോൾ ഈവൻ ഞാൻ ബാംഗ്ലൂരിനെ കുറിച്ച് ഞാൻ പറയുന്നു, പക്ഷേ വേറൊരു സ്ഥലത്തെക്കുറിച്ച് ഈവൻ ഒരു ഹൈദരാബാദോ ഡൽഹിയോ എങ്ങനെ പറയുന്ന സമയത്ത് ഓ അവിടെ പോയി കാണണം, അവിടെ എന്താ എങ്ങനെ എന്നുള്ള ഒരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും വിചാരിക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതിങ്ങനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാവുമല്ലോ എന്ന് കരുതിയിട്ടായിട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയും വന്നിട്ട് ബ്ലോക്കായിട്ട് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഫുള്ള് ട്രാഫിക് ജാമാണ്, മുന്നോട്ട് നീങ്ങാനേ പറ്റുന്നില്ല. പതിയെ പതിയാണ് വണ്ടി വിട്ടിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ സ്ട്രക്കായായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം പതിയെ മുന്നോട്ട് വണ്ടി പോകുന്നുണ്ട്. ഈ റോഡിൻ്റെ അവസ്ഥ ഇന്ന് ഇങ്ങനെയാണെങ്കിൽ നാളെ എങ്ങനെ ആയിരിക്കും എൻ്റെ കൂട്ടുകാരനും ചിന്തിച്ച് നോക്കിയ. കാരണം നാളെ ന്യൂ ഇയറിൻ്റെ ഫുള്ള് ആഘോഷങ്ങളായിരിക്കും. ഏത് തെരുവിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കൊണ്ട് ഫുള്ള് ആഘോഷങ്ങളായിരിക്കും, മുഴുവനും ആൾക്കാരും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് പിന്നെ ഇന്നത്തെ റഷ് ഇത്രയാണെങ്കിൽ പിന്നെ നാളത്തെ കാര്യം പറയേ വേണ്ട. എന്തായാലും നാളെ നമ്മൾ പിന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല. നാളെ പിന്നെ 9:30 ആകുമ്പോൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കൊണ്ട് രാത്രി 2 മണിയാവും തിരിച്ച് വീട്ടിൽ വരാനായിട്ടോ. എന്തായാലും അങ്ങനെ കുറേ ദൂരം ഞങ്ങൾ സഞ്ചരിച്ച് എന്തായാലും ആ ട്രാഫിക്കൊക്കെ കവർ ചെയ്ത് എന്തായാലും ഒരുവിധം ഓറിയമോൾ അടുക്കാറായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടില്ലേ ഞങ്ങൾ വരുന്ന വഴിക്ക് ഉണ്ടായ ട്രാഫിക് ജാം എത്രത്തോളാന്ന് കണ്ടില്ലേ, എന്തോരം വണ്ടികളാന്ന് കണ്ടില്ലേ. അതുപോലെ തന്നെ ആൾക്കാരായ നമ്മളൊരു സൈഡിൽ നിന്ന് വണ്ടി വരുന്നതെന്നും പറഞ്ഞ് നമ്മളൊരു സൈഡിൽ ഇച്ചിരി നിർത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തു നിന്നുള്ള വണ്ടികൾ മുഴുവനും പോകാൻ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റത്തില്ല, ആ അവസ്ഥയാണ്. പിന്നെ അതുകൊണ്ട് സൈഡ് പിടിച്ച് അങ്ങ് പോകാമെന്നല്ലാതാണ്ട് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ നോക്കി കണ്ടുമൊക്കെ തന്നെ ഓടിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഈ റോഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിക്കണമെങ്കിൽ നമുക്ക് 2 കണ്ണൊന്നും പോരാ കേട്ടോ. അത്ര മാത്രം ആൾക്കാർ ഏത് വഴി കൂടെ ഇടിച്ചു കയറി വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ അത്ര കെയർഫുള്ളായിട്ട്
നന്നായിട്ട് ഓടിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഈ രാത്രിയാവുന്ന സമയത്ത് പിന്നെ പറയുകയും വേണ്ട കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തി. അത് ഞാൻ വിചാരിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇന്ന് റഷ് കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വന്ന് എൻ്റെ കൂട്ടുകാർ നോക്കി ഇവിടെ നിർത്തിയിട്ടേക്കുന്ന കാറുകൾ, വന്നുകൊണ്ടിരിക്കുന്ന കാറുകൾ, ടൂ വീലറുകൾ എന്തോരം വണ്ടിയാന്ന് നോക്കി. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. അത് കഴിഞ്ഞ് എന്നാൽ ഞങ്ങൾ ലിഫ്റ്റിൽ കയറാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകട്ടോ. അപ്പോഴത്തേനാണെന്നുണ്ടെങ്കിൽ അവിടെ ലിഫ്റ്റ് ഒന്ന് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ എന്നാൽ ശരി എളുപ്പം അതിനകത്ത് കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ കയറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി മേളിലെത്തി. ഞങ്ങൾ ഇന്ന് ഒരു ഔട്ട്ലെറ്റിലും ഒന്നും കയറുന്നൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്ത് വന്നത് ആ പുറത്തെ ആ ഒരു എന്താ പറയുന്നത് വെള്ളത്തിൻ്റെ ആ ഭാഗത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളും, ക്രിസ്മസ് ട്രീയുടെ ലൈറ്റിങ്ങും അതൊക്കെ ഒന്ന് കാണണം, എൻ്റെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ് ഇന്ന് വന്നേക്കുന്നത്. അതുകൊണ്ട് വേറെ എങ്ങും പോകുന്നില്ല. ഇവിടുന്ന് ഞങ്ങൾ ഡയറക്റ്റായിട്ട് ആ ഭാഗത്തോട്ട് പോയിട്ട് അതെല്ലാം കാണിക്കാം എൻ്റെ കൂട്ടുകാരെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ ഓരോരോ വ്യൂ കാണുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ അങ്ങ് നടക്കുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർ നോക്കിക്കേ, ഇന്നലെ ഇവിടെ രാത്രി 11 മണിക്ക് വന്നപ്പോൾ എന്തോ ഒരു ശോകമായിരുന്നു. ഒരു ലൈറ്റ് ഇല്ല, ഒന്നുമില്ല, എത്ര ഇതായിട്ട് നിന്ന്. എൻ്റെ കൂട്ടുകാർ നോക്കി, ഇന്നലെ നമ്മൾ കണ്ട ക്രിസ്മസ് ട്രീ ആണോ ഈ നിൽക്കുന്നത്? ആ ക്രിസ്മസ് ട്രീയിലെ ലൈറ്റ് നോക്കിയേ, ഓരോ മരങ്ങളിലെയും ഇട്ടേക്കുന്ന ലൈറ്റ് നോക്കിയേ. ഞാൻ ഇന്നലെ പറഞ്ഞത് എന്തായിരുന്നു, ഇന്നലെ കാണിച്ചപ്പം ഒരു ഭംഗിയുണ്ടായിരുന്നു, ഒരു രസമില്ലായിരുന്നു ഇന്നലെ കാണാനല്ലേ. പക്ഷേങ്കിൽ ഇപ്പോൾ സ്റ്റാറൊക്കെ തിളങ്ങി എങ്ങനെ നിൽക്കുന്ന നോക്കിയാൽ, ക്രിസ്മസ് ട്രീ ഒക്കെ എങ്ങനെ തിളങ്ങി നിൽക്കുന്ന നോക്കിയാൽ. ഇത് കാണാതെ പോയെങ്കിൽ എന്തോ ഒരു നഷ്ടമായി പോയതിനെന്നറിയാമോ. ആക്ച്വലി ഇന്ന് ഞാൻ വന്നില്ലായിരുന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നാളെ ഒട്ടും പറ്റത്തില്ല, പള്ളിയിൽ പോകണം. പിന്നെ മറ്റന്നാൾ, അത് കഴിയുമ്പോഴത്തേന് ഒരു 5-ാം തീയതി 10-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേന് പിന്നെ എല്ലാം അവർ റിമൂവ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞപ്പോഴും പിന്നെ അടുത്ത വർഷം ക്രിസ്മസും ന്യൂ ഇയർ വരണം ഇനി ഇങ്ങനത്തെ ഒരു ഇത് കാണണമെന്നുണ്ടെങ്കിൽ. പക്ഷേങ്കിൽ എനിക്ക് ഇന്ന് വന്നില്ലായിരുന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമായി പോയതിനെ കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇത് ഞാൻ വന്ന് കാണുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഇത് കാണിക്കാൻ പറ്റി, നിങ്ങൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ എൻ്റെ കൂട്ടുകാർ മിസ് ചെയ്യാതെ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അവരൊക്കെ ഒന്ന് കാണട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ കൂട്ടുകാരുണ്ട് ഇതുവഴി ഒരു ട്രെയിൻ പോകുന്നതാണ് കേട്ടോ. റോഡിലൂടെ ട്രെയിൻ പോകുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ഇതിനകത്ത് ഇരുത്തിക്കൊണ്ട് ഇത് ഇങ്ങനെ ചുറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കേട്ടോ. അപ്പോൾ ഒരു വഴിക്കൂടെ ട്രെയിൻ പോയി, അതിൻ്റെ ഇപ്പുറത്തൂടെ അതാ അടുത്ത ലോറി വരുന്നുണ്ട്. ലോറി പറഞ്ഞാൽ ലോറി അല്ലല്ലോ, എന്തിനു പറയുന്നത്, മറ്റേ ബസ്സാണ്, സോറി ലോറി അല്ല ബസ്. പിന്നെ താഴെയും മേളിലുമായിട്ട് കുഞ്ഞുങ്ങൾ ഇരുന്നിട്ട് പോകുന്നത്. ഇതെല്ലാം ഒരു എന്താ പറയുന്നത് ടോയ് വണ്ടി പോലെ ഉണ്ട് സംഭവം. പക്ഷേങ്കിൽ കുഞ്ഞുങ്ങളെ അതിനകത്ത് ഇരുത്തിയിട്ടാണ് ഇവിടെ മുഴുവൻ ഇതുപോലെ കറക്കുന്നത്. ഈ കൊച്ചുങ്ങൾ അതിൻ്റെ മണ്ടയിലിരുന്ന് കുഞ്ഞുങ്ങൾ എന്തോ ഒരു സന്തോഷത്തിരിക്കുന്ന നോക്കി. ഇന്നലെ ഇത് സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നോ എന്തോ അറിയത്തില്ല. പക്ഷേങ്കിൽ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നപ്പോഴത്തേന് ലേറ്റായി പോയായിരുന്നല്ലോ, അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ഈ ക്രിസ്മസ് ട്രീ നോക്കി, ഇന്നലത്തെ രാത്രി കണ്ട ക്രിസ്മസ് ട്രീ ആണ് ഇപ്പോൾ എൻ്റെ കൂട്ടുകാരി കാണുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ. ആക്ച്വലി ഞാനിന്ന് വരാതിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് നഷ്ടമായി പോയനെ കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വരുമ്പോഴാണ് എന്തോ ഒരു തണുപ്പാണെന്നറിയാമോ. അവിടെ ആണെങ്കിൽ ആ വെള്ളത്തിൻ്റെ അവിടുന്ന് മേളിലാണെങ്കിൽ ഒരു വാട്ടർഫാൾസ് പോലെ മേളിൽ നിന്ന് ഇങ്ങനെ അവർ വെള്ളം താഴേക്ക് വീഴ്ത്തുന്നുണ്ട്. അപ്പോൾ ആ വെള്ളമാണെങ്കിൽ കാറ്റടിച്ച് എല്ലാവരും ദേഹത്ത് വീഴുന്നു. ഞാനും അതുപോലെ അതുവഴി ഇങ്ങനെ നടന്നപ്പോഴത്തേന് എൻ്റെ ദേഹത്തേക്ക് വെള്ളം തെറിച്ച് വീണ്ടും തണുത്തിട്ട് വയ്യ കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുന്നത് സംഭവമാണെന്ന് പറഞ്ഞ് ഭയങ്കര ഒരു സംഭവം. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സംഭവമാണ്. അത് കഴിഞ്ഞാൽ ഇന്നലെ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞില്ലേ വെള്ളത്തിനകത്ത് കിടക്കുന്ന ആ പിന്നെ ഗിഫ്റ്റ് ബോക്സ് പോലത്തെ സംഭവങ്ങളിലൊക്കെ ലൈറ്റ് ഉണ്ടെന്ന് നോക്കി. അതിനകത്ത് പല കളർ ലൈറ്റ് കണ്ടിട്ടുണ്ടല്ലോ, എന്ത് രസമുണ്ടെന്ന് നോക്കി. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തായിട്ട് ആ ഒരു പിന്നെ മരത്തിൻ്റെ ആ ഒരു ഇതിനകത്താണെന്നെങ്കിൽ സാന്റാക്ലോസിനെയൊക്കെ ഇരുത്തിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർ കാണാൻ ഒത്തിരി ദൂരം ആയതുകൊണ്ട് അത്ര ക്ലിയർ അല്ല, എന്നാൽ കൂടിയും കാണാൻ നല്ല ഭംഗിയില്ല. നമുക്കിത് കാണാൻ കണ്ണിന് നല്ല ഇമ്പമായിട്ടില്ല. നോക്കി മേളിൽ നിന്ന് വലിയൊരു വാട്ടർഫോൾസ് താഴേക്ക് വീഴുന്നതാണ് കേട്ടോ. കാരണം വെച്ചാൽ അവരെന്തോ വെള്ളത്തിൻ്റെ സെറ്റിങ്സ് ആക്കി വെച്ചേക്കും. പക്ഷേ അതിൻ്റെ അത്രയും മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുമ്പോൾ ഉണ്ടല്ലോ, അത് തെറിച്ച് എല്ലാവരുടെയും ദേഹത്തേക്കൊക്കെ വീഴുന്നത് നോക്കി. ആ മരങ്ങളിലൊക്കെ കൊടുത്തേക്കുന്ന ആ ലൈറ്റിങ്ങൊക്കെ എന്ത് സൂപ്പറായിട്ടുണ്ടല്ലേ. ഇത് നമുക്ക് കാണാൻ കിട്ടുന്ന ഇങ്ങനെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് മാത്രം കാണാൻ കിട്ടുന്ന ഒരു സംഭവം കേട്ടോ. എന്തായാലും ഞാൻ ഇന്നിവിടെ വരാതിരുന്നെങ്കിൽ എനിക്ക് ഒരു വലിയ നഷ്ടമായി പോയനെ. എനിക്ക് മാത്രമല്ല എൻ്റെ കൂട്ടുകാർക്ക് നഷ്ടമായി പോയനായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇത് വന്ന് കണ്ടപ്പോഴാണ് ഇതിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ട്, ഇത് കണ്ടു കഴിഞ്ഞതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാകുന്നത്. ഈ മരത്തിൻ്റെ മുകളിൽ പല തരത്തിലുള്ള കളർ ബൾബുകൾ ഇട്ടേക്കുന്നത് കൊണ്ട് ആ ഇലയുടെ ഇടയ്ക്ക് ആ ബൾബുകൾ കത്തുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന ഭംഗിയെക്കാട്ടി നമ്മൾ റിയൽ കാണുമ്പോൾ ഇനി കുറേ കൂടി ഒരു ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ കയറാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. എന്തോരം കുഞ്ഞുങ്ങളെ ആ വണ്ടിക്കകത്ത് കയറ്റി ഇരുത്തിയേക്കുന്നതെന്ന് നോക്കിയാണ്. എന്തോ ഒരു ജനമാണെന്ന് നോക്കിയാൽ. ഞാൻ വിചാരിച്ച് ഇന്നലെ ആൾക്കാർ കൂടുതലെന്ന് പറയുമ്പോൾ ഇന്ന് അതിൻ്റെ ത്രിബിളാണ്. ഇവിടെ വന്ന് ടിക്കറ്റ് കൗണ്ടറാണ്. ടിക്കറ്റ് കൗണ്ടർ വന്നു കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു ഡോം സിനിമ എന്ന് പറഞ്ഞ് വെച്ച് ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ഒരു കുടിൽ പോലത്തെ ഒരു സംഭവം. ഇതിനകത്താണ് സിനിമ നടക്കുന്നത്. അത് 200 രൂപ എങ്ങാണ്ടാണ് ഒരു ടിക്കറ്റിൻ്റെ റേറ്റ്. അതിന് കുറേ ആൾക്കാർ അകത്ത് ഇത് ചെയ്യുന്നു, കുറേ പേര് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ എന്തോ ഒരു ജനമാണെന്ന്
എന്നാന്ന് നോക്കിയേ, ഞങ്ങൾ പിന്നെ വന്നിട്ട് കുറച്ച് നേരമായി, അത് കഴിഞ്ഞിട്ടും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കാരണം ഇതൊക്കെ കാണാനെ കൊണ്ട് എപ്പോഴും കിട്ടുന്ന അവസരങ്ങളല്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നവരെല്ലാവരും ജോലി കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട്. വീട്ടിൽ വൈകുന്നേരം ആയി കഴിഞ്ഞിട്ട് പിന്നെ എന്നാൽ ശരി ഒരു പുറത്തൊരു പിന്നെ ഔട്ടിങ് ആയിക്കോട്ടെന്നും പറഞ്ഞിട്ട് വന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടികൾ ഇതുവഴി ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങ് പോവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എല്ലാം കണ്ടു കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേനാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കുറച്ച് ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി അതും കൂടെ എൻ്റെ പിന്നെ കൂട്ടുകാർക്ക് ഷോപ്പ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സംഭവങ്ങളൊക്കെ ഇങ്ങനെ 50% സെയിൽ എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ കാണുന്ന എൻ്റെ കൂട്ടുകാർ ഒരു പടം പോലെ കാണുന്നു. പക്ഷേ ഇതിനകത്ത് ഈ പടം പോലെ ആക്കി വെച്ചേക്കുന്നത് എന്താണെന്നറിയാമത്? അത് വന്നിട്ട് കീബോർഡ്, അത് കഴിഞ്ഞിട്ട് റിമോട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ രൂപത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ചെറിയ ചെറിയ റിമോട്ടുകൾ കണ്ടോ, ചെറിയ ചെറിയ റിമോട്ടുകൾ, കീബോർഡുകൾ. എൻ്റെ കൂട്ടുകാർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഈ കാണുന്ന താഴെ ഇരിക്കുന്ന എല്ലാം കീബോർഡുകളാട്ടോ, കീബോർഡുകളുണ്ട്. ഈ കാണുന്ന എല്ലാ കമ്പ്യൂട്ടറിൻ്റെ പാർട്സുകളുണ്ട്. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വയറുകൾ, എന്തെല്ലാം സാധനങ്ങൾ വെച്ചിട്ടാണ് ഇതുണ്ടാക്കി വെച്ചേക്കുന്നതെന്നുണ്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മേളിൽ നിന്ന് താഴേക്ക് എൻ്റെ കൂട്ടുകാർക്ക് ഒരു വ്യൂ തന്നത്. എന്തോ ഒരു ജനമാണെന്ന് നോക്കിയേ, ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. ഭയങ്കര ജനം കേട്ടോ. എനിക്കൊന്ന് എല്ലാ മോളിനെക്കാട്ടിലും ഇവിടെ ഓരോ മോളിൽ ഇത്രയും ജനം വരുന്നതെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്രയും കാണാനെ കൊണ്ട് അത്രത്തോളം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും ജനങ്ങൾ ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ അപ്പൂസിനെ കൊണ്ടൊരു ഫോട്ടോയൊക്കെ എടുപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു വ്യൂ കാണിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എനിക്ക് ഇന്നലെ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയെന്നുള്ള സന്തോഷത്തോടു കൂടി ഞാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുവരെ. ടേക്ക് കെയർ, ബൈ.